നമസ്കാരം കുട്ടികളും, സുമർ സാറാണ്. നമ്മളിന്ന് +1 പബ്ലിക് എക്സാമിന്റെ മാത്സിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത് ബുക്കിലോട്ട് ഉറപ്പായിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ എഴുതിക്കോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഒരു ബോർഡ് എക്സാമിന് പറ്റുന്ന ചോദ്യങ്ങളാണെന്ന്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോണം. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബുക്കിൽ തന്നെ എഴുതി പഠിക്കണം, അല്ലാതെ കണ്ടുപോകുന്ന ഒരു രീതി ആവരുത്. ഓക്കെ, പിന്നെ ഇതേപോലെ ക്ലാസ്സുകൾ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും ഏറ്റവും സിമ്പിൾ മെത്തേഡ്സുകളും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ +2 ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിന് അതിസുന്ദരമായിട്ട് സിമ്പിളായിട്ട് സൂപ്പറായിട്ട് എൻട്രൻസ് ഓറിയന്റഡ് രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ എത്തിക്കുകയും ചെയ്യും. അതിന് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. ദെൻ ഓപ്ഷൻസുകൾ 4 ആണ്. എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഇതിലേതാണ് ഓപ്ഷനായിട്ട് ആൻസർ വരുന്നത്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, നെക്സ്റ്റ് എ ഈസ് ഈക്വൽ ടു ബി ഓർ എ മൈനസ് ബി ഈക്വൽ ടു എ. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കിക്കേ. ഇപ്പൊ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും തമ്മിൽ എന്താണെന്നാ? ഈക്വൽ എന്നാ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിയൻ എടുത്തപ്പോഴും ഇന്റർസെക്ഷൻ എടുത്തപ്പോഴും ആൻസർ ഒരേ സെറ്റ് ആയിട്ട് ഒരേ ആൻസർ കിട്ടി. അതിനാണെങ്കിൽ ഓപ്ഷൻസിനുള്ളിൽ ഏതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഏതായിരിക്കും? ഇതാണോ അതോ ഇതോ അതോ ഇതോ? ഏതായിരിക്കും? ഓക്കെ, സമയം കളയണ്ട, ഇത് തന്നെയാണ്. എ ഈക്വൽ എത്രയാണ്? ബി. എയും ബിയും ഈക്വൽ ആവുന്ന സമയത്ത് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ആൻസർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എ ഈക്വൽ സെറ്റ് ഓഫ് ഓൾ x element of n 1 less than x less than 5 and b equal set of all x equal n square n element of n 1 less than x less than 5. ഇത് ഇത്തിരി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുഞ്ഞു വ്യത്യാസങ്ങളുള്ള ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാൻ അത്ര ഈസി ആവത്തില്ല. ഇവിടൊക്കെ ഇത്തിരി നന്നായിട്ട് പഠിച്ചവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലാത്തവരൊക്കെ നമ്മൾ ചെയ്യാതെ പോകും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ട് ഇപ്പൊ ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വരെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയണം. ഇത് മിക്കവാറും കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇതേപോലെ എല്ലാ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസുകളാവുമ്പോൾ നല്ല പവർഫുൾ ആവും, എക്സാമിന് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് എ എന്നുള്ള സെറ്റ് ഇതിപ്പോ എളുപ്പം. x element of n 1 less than x less than 5 ആരൊക്കെ ആയിരിക്കും? 1 less than x less than 5 എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? 1 ഉണ്ടോ? ഇല്ല. ആരൊക്കെയാ? 2, 3, 4. ശരിയാണല്ലോ. 1 നമുക്ക് എടുക്കാൻ പറ്റില്ല, 5 എടുക്കാൻ പറ്റില്ല. അപ്പം 1നും 5നും ഇടയ്ക്കുള്ള 2, 3, 4 x element of n. രണ്ടാമത്തെ നോക്കിക്കേ, ഇത്തിരി കൺഫ്യൂഷൻ അടുപ്പിക്കുന്നത് അല്ലേ? x equal n square n element of n 1 less than x less than 5. അപ്പൊ നിങ്ങളുടെ അൾട്ടിമേറ്റ് നോക്കുമ്പോൾ നമ്മളിവിടെ ആദ്യം ഈ എക്സിനെ കുറിച്ചുള്ള കാര്യം എന്താ പറയുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ 1നും 5നും ഇടയ്ക്കാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. 1നും 5നും ഇടയ്ക്കുള്ളതേ ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസുകൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എക്സ് ഈക്വൽ എത്രയാണ്? n സ്ക്വയർ ആണ്. 1നും 5നും ഇടയ്ക്ക് നിൽക്കുന്ന സ്ക്വയറുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയായിരിക്കും മോനെ? ഇവിടെ ആരൊക്കെയായിരിക്കും? 1നും 5നും ഇടയ്ക്ക് സ്ക്വയർ വരുന്നതായിരിക്കണം. എക്സ് ഈക്വൽ എത്ര? n സ്ക്വയർ. അപ്പൊ നമുക്കറിയാം സ്ക്വയറുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ 1 സ്ക്വയർ 1 ആ മോനെ, 2 സ്ക്വയർ എത്ര മോനെ? 4 ആ, 3 സ്ക്വയർ ഈക്വൽ 9 ആ. അതൊന്നും എടുക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറ്റുന്നത് 1 സ്ക്വയർ ഈക്വൽ 1, അതെടുക്കാൻ പറ്റില്ല. 1നും 5നും ഇടയ്ക്ക് തന്നെ വരണം. അപ്പൊ നമുക്ക് 1 എടുക്കാൻ പറ്റില്ല. 2 സ്ക്വയർ ഈക്വൽ എത്ര മോനെ? 4. ഓക്കെ, 4 ആർക്ക് ഇടയ്ക്കാ മോനെ? 1നും 5നും ഇടയ്ക്കാം. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? എക്സ് ഈക്വൽ n സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർക്കണം, പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. ഉണ്ടോ? എക്സിന്റെ വാല്യൂ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് 1നും 5നും ഇടയ്ക്കാ. 1നും 5നും ഇടയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന ഏത് നമ്പർ ആ മോനെ? 4 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ മോനെ? 4 മാത്രം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ചപ്പോ 1 എഴുതി വെക്കും. 1 എഴുതി വെക്കല്ലേ, കാരണം ഇവിടെ 1 ഉൾപ്പെടുന്നില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നെക്സ്റ്റ് ഫൈൻഡ് എ യൂണിയൻ ബി. ഇതിന്റെ യൂണിയൻ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ആരാ? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. വെരിഫൈ എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെരിഫൈ ചെയ്യാൻ എ മൈനസ് ബിയെ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബിയെ കണ്ടുപിടിക്കുക, തമ്മിൽ ഈക്വൽ ആക്കണം. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്, നല്ലത് കേട്ടോ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് നോക്കിക്കേ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, then A union B.
Next, A intersection B complement. Next, A intersection A complement. Next, A is a subset of B. Then A intersection B equal to dash. Options ഒക്കെ ഇവിടെ നേരെ നിന്നിട്ടുണ്ട്. ഇവരാരൊക്കെയാണെന്നുള്ളതാണ്. A is a subset of B. Then A union B. എളുപ്പം എന്ന് പറയാൻ പറ്റുമോ? A is a subset of B. A എന്ന് പറഞ്ഞാൽ B യുടെ സബ്സെറ്റാ. അതാണെങ്കിൽ A യൂണിയൻ B ആരായിരിക്കും? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മോനെ B ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആൻസർ B ആയിരിക്കും കേട്ടോ. A is a subset of B, then A union B is equal to B. Next, A intersection B complement. A intersection അത് ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ, മറ്റുള്ള ഈസി പോലെ അല്ല. A intersection B complement. അപ്പൊ ചെറിയൊരു വെണ്ടേഗർ ഇച്ചിരി മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കാം. വെണ്ടേഗർ ഒന്ന് ഞാൻ എളുപ്പം കാണിക്കാം. ഓക്കെ, ഇത് നമ്മുടെ U ആണ്, ഇത് നമ്മുടെ A ആണ്, ഇത് നമ്മുടെ B ആണ്. എയുടെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷനാണ്. അപ്പോൾ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴേ മോനെ ഇതാ ബി എന്ന് പറയുന്ന സെറ്റിന് പുറത്ത് ഉണ്ടോ, ഇതാണ് ബിയുടെ കോംപ്ലിമെന്റ്. അതിനുള്ളിൽ എയുമായിട്ട് കോമൺ നിൽക്കുന്നത് ഇവിടെ മാത്രം ഇത്രയാ. ബി എയുമായിട്ട് കോമൺ നിൽക്കുന്നത് ഇത്രയും, ശരിയല്ല? ഇങ്ങനെ ഇത്രയാ. ഇത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എ മൈനസ് ബി. കേട്ടോ, ആരാണ്? എ മൈനസ് ബി. ഇതാണ് അവിടെ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഫൈനലി വരുന്നുണ്ട് ഇവിടെ. ഇത്രയും ഷെയ്ഡിങ് പോർഷൻ. ഓക്കെ, ഇത്രയും പോർഷൻ ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് എന്താണ്? എ മൈനസ് ബി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഫൈ ആണ്. നെക്സ്റ്റ്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ എത്ര മോനെ? എ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാവുന്നൊക്കെ ഉണ്ടല്ലോ. ഒന്ന് ഷെയർ ചെയ്തേക്കണം എല്ലാ കുട്ടികൾക്കും. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. നെക്സ്റ്റ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 4x x square minus 5x plus 6 equal to 0, x element of R. Find all the subsets of A cross A, number of proper subsets of A cross A. Next, A cross A അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ സെറ്റിനെ ഒന്ന് ഫോം ചെയ്യാം മോനെ. A equal to set of 4x x square minus 5x plus 6 equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് പല മെത്തേഡ് ഉണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 is all divided by 2a. അത് ചെയ്യാം. ഇല്ലെങ്കിൽ CBC-ക്കാരാണെങ്കിൽ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം സമ്മ പ്രോഡക്റ്റ് എന്തായാലും അവസാനം സംഭവം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൻസർ എ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എലമെന്റ്സുകൾ 2 ഉം 3 മോനെ. ആരൊക്കെയാ? 2 ഉം 3 ഓർത്തോണം. അത് നിങ്ങൾ നമ്മൾ സമ്മം പ്രോഡക്റ്റ് വേണമെങ്കിൽ സമ്മ -5 പ്രോഡക്റ്റ് 6 നമ്പർ ആയ -2 ആൻഡ് -3. അപ്പൊ എക്സിന്റെ വാല്യൂസ് സൈൻ മാറ്റി +2 +3. നിങ്ങൾക്ക് -b പ്ലസ് ഓർ മൈനസ് അപ്ലൈ ചെയ്തോ. എന്തായാലും ഇത് കണ്ടുപിടിക്കണം കേട്ടോ. തെറ്റ് ചെയ്താൽ പിന്നെ എല്ലാം തെറ്റിപ്പോകും. ഇത് ഫുള്ള് തെറ്റും. നെക്സ്റ്റ്, അതിന്റെ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ കേട്ടോ. ഇതിന്റെ എല്ലാ സബ്സെറ്റ്സും എഴുതണം, അല്ല ഇത് മാത്രം എഴുതി വെക്കല്ലേ. അപ്പൊ ഇങ്ങനെ സബ്സെറ്റ്സ് എഴുതുന്നത് സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 2, 3, പിന്നെ ആരാ മോനെ? 5. ഇത്ര എഴുതുമ്പോഴാണ് നമ്മുടെ ആൻസർ ആണ് കേട്ടോ. സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 2, 3, ലാസ്റ്റ് വൺ 5. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? എ ക്രോസ് എ കണ്ടുപിടിക്കണം. എ ക്രോസ് എല്ലാവർക്കും അറിയാം. എ ക്രോസ് എങ്ങനെ മോനെ കണ്ടുപിടിക്കുന്നത്? സെറ്റ് 2, 3 ക്രോസ് സെറ്റ് 2, 3. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെ? 2, 2. അതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. 2, 2, 2, 3, 3, 2, 3, 3. ഇതാണ് നമ്മുടെ എ ക്രോസ് എ. രണ്ടാമത്തെ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം മതി, നമ്പർ. അപ്പൊ എ ക്രോസ് എ ഇതാണ് നമ്മുടെ എ ക്രോസ് എ. നമുക്ക് ഇപ്പൊ കിട്ടിയത് എ ക്രോസ് എ ഇതായിരുന്നു. എ ക്രോസ് എയിൽ എത്ര പേരുണ്ട് മോനെ? 1, 2, 3, 4, 4 പേർ. ഈ 4 പേരാണെങ്കിൽ അതിന്റെ സബ്സെറ്റ്സുകളുടെ എണ്ണവും പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണവും ഒക്കെ നമുക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? ഫോർമുല ഏതാണ് മോനെ? സബ്സെറ്റ്സിന്റെ എണ്ണം 2/n, പ്രോപ്പർ സബ്സെറ്റ്സ് ആണെങ്കിൽ 2/n -1. അപ്പൊ ഇവിടെ n എടുക്കേണ്ടത് ഈ 2 അല്ല, എ ക്രോസയുടെ ഉണ്ടോ? എയുടെ അല്ല, എ ക്രോസയുടെയാ. അപ്പൊ എ ക്രോസയിൽ 1, 2, 3, 4 പേരായതുകൊണ്ട് 2/4 -1, 16 -1, ഫൈനൽ ആൻസർ ഈസ് 15. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം മോനെ? എ ക്രോസ് എ ക്രോസ് എ.
എങ്ങനെ എ ക്രോസ് എ ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലയോ? എന്ന് പറഞ്ഞാൽ ഓഡേഡ് ട്രിപ്ലറ്റാ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്സുകളിൽ 3 പേര് വെച്ച് വരുമെന്ന് കണ്ടോ. 3 സെറ്റിൽ നിന്ന് ഓരോരുത്തരെ വെച്ചെടുക്കുമ്പോൾ 3 പേർ. നമ്മൾ സാധാരണ എ ക്രോസ് ബി ആകുമ്പോൾ 2 പേരല്ലയോ? 3 എ ക്രോസ് എ ആകുമ്പോൾ 3 പേര് വെച്ച് വരും. അപ്പൊ നമ്മൾ 2 എ ക്രോസ് എ കിട്ടിയല്ലോ ഇത്രയും. എന്നിട്ട് ഒരു ക്രോസ് ഇട്ടിട്ട് ഒരു തവണയും കൂടെ 2 3 എഴുതിക്കൊണ്ട് ഇങ്ങനെ 3 പേര് വെച്ച് വരും കേട്ടോ. ഇങ്ങനെ 3 പേര് വെച്ച് വരും. 8 പേരായിരിക്കും ഫൈനൽ ആൻസറിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഒന്നുമേ മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതിയിടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പുതിയ ക്വസ്റ്റ്യൻസുകൾ പോലെ തോന്നും, എക്സാമിന് ഉറപ്പായിട്ടുള്ളതാണ്. എല്ലാവരും നോക്കണം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 1. ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. ചിലപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചോദിക്കാം, എ ഇന്റർസെക്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഇവിടെ ഇതാണ് നമുക്കൊരു പ്രോബ്ലം. അപ്പൊ നമുക്ക് അവിടുന്ന് സെറ്റുകളെ ആദ്യം എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ആൻസർ എളുപ്പമെന്ന് പറയാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് ആരാണെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 നിന്നും കിട്ടുന്ന എക്സിന്റെ വാല്യൂസുകൾ ആരൊക്കെ ആയിരിക്കും? എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. എളുപ്പം. ഓക്കെ, ആൻസർ അതിന്റെ റൂട്ടുകൾ അറിയാമല്ലോ. എക്സ് സ്ക്വയർ ഈക്വൽ 1 ആണെങ്കിൽ എക്സ് ഈക്വൽ റൂട്ട് ഓഫ് 1. ആൻസർ ഈസ് പ്ലസ് ഓർ മൈനസ് 1 കേട്ടോ. +1 ഉണ്ട് -1 ഉണ്ട്. അല്ലാതെ നിങ്ങൾ +1 എന്ന് മാത്രം എഴുതല്ലേ, പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ +1 ഉം -1 ഉം. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ, നല്ല വൃത്തിയായിട്ട് എഴുതുമ്പോൾ -1 1 ഇതായിരുന്നു എ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് എക്സ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 1. എളുപ്പം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? എക്സ് റൈസ് ടു 4 ഈക്വൽ ടു 1. എക്സിന്റെ വാല്യൂസുകൾ ആരൊക്കെ ആയിരിക്കും? എളുപ്പം. എക്സ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 4 -1 ഈക്വൽ ആരെന്ന് എഴുതാൻ മോനെ? 0. 1നെ ഇപ്പുറത്തെ എഴുതിയാൽ എക്സ് റൈസ് ടു 4 -1 ഈക്വൽ 0. നമ്മൾ സാധാരണ ഇതൊന്നും ഫാക്ടറൈസ് ചെയ്തിട്ടില്ല, അതാണ് ഒരു പ്രോബ്ലം. എക്സ് റൈസ് ടു 4 -1നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിനെ എക്സ് സ്ക്വയർ -1 ഇൻറ്റു എക്സ് സ്ക്വയർ +1 ഈക്വൽ 0 എന്നാണ് എഴുതേണ്ടത് കേട്ടോ. എക്സ് റൈസ് ടു 1നെ ഇപ്പുറത്ത് വരുമ്പോൾ എക്സ് റൈസ് ടു 4 -1 0. Then that can be x square x raised to 4 -1 0. അവിടുന്ന് x square -1 into x square +1 0 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കേട്ടോ. മറന്നുപോലെ അവിടുന്ന് x square -1 0 or x square +1 0. x square -1 0 ആണെങ്കിൽ ഇത് തന്നെയാണ് x square equal to 1. എക്സിന്റെ വാല്യൂസ് ആരൊക്കെയാ? -1 ഉം +1 ഉം വരും. ഓക്കെ, അവിടുന്ന് നെക്സ്റ്റ് x square +1 0. അപ്പൊ അവിടുന്ന് x square equal to -1. x equal റൂട്ട് ഓഫ് -1. നമ്മൾ ഇവിടെ ഒരു വർഷം പഠിച്ചില്ലേ, റൂട്ട് ഓഫ് -1 i പ്ലസ് ഓർ മൈനസ് i. ഓക്കെ, അവിടെ പ്ലസ് ഓർ മൈനസ് i വരും കേട്ടോ, പ്ലസ് ഓർ മൈനസ് i. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് ആരൊക്കെയാന്ന് കേട്ടോ? -1 ഉണ്ട്, 1 ഉണ്ട്, i ഉണ്ട്, -i ഉണ്ട്. ഇത്രയും പേരുണ്ട്. നമ്മുടെ മനസ്സിൽ ഇവരൊന്നും വരത്തില്ലായിരുന്നു, ഇങ്ങനൊന്നും എഴുതില്ലായിരുന്നു. ഇതൊക്കെയാ പ്രോബ്ലം. പക്ഷെ അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതണമെന്നുള്ളത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 പേർ എന്നിട്ട് വേണം a മൈനസ് ബി ആൻഡ് ആരാണ് മോനെ? b മൈനസ് എ. ഇവിടെ a മൈനസ് ബി വരുമ്പോൾ നമുക്ക് 5 കിട്ടുന്നത് കേട്ടോ. a മൈനസ് ബി 5 വരും. b മൈനസ് എ വരുമ്പോൾ i ആൻഡ് -i വരും കേട്ടോ. ഓപ്ഷൻസ് ആണ് ആൻസർ. നെക്സ്റ്റ് രണ്ടും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x equal to modulus x x greater than or equal to -3 and 3x less than -3. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്, ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻസുകൾ ഗ്രാഫായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, എക്സും വൈയും ആക്സിസ് ഒക്കെ വരച്ചു. നോക്കി, അവിടെ -3 ആണ്. അപ്പൊ നമുക്ക് ഇടത്തോട്ട് ഇത്തിരി സ്ഥലം കൂടുതൽ വേണം. ഞാൻ കൊണ്ട് ഇച്ചിരി കൂടെ അങ്ങ് y ആക്സിന് മാറ്റി അങ്ങോട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഇത്തിരി മാറ്റി വരയ്ക്കുകയാണ്. ഇതുണ്ട് ഇവിടെ, ഇത് x ആക്സിസ്, ഇത് നമ്മുടെ y ആക്സിസ്. ഇവിടെ -1 -2 -3 -4 -5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇടത്തോട്ട്. നെക്സ്റ്റ് 1 2 3 എക്സെട്ര. ഓക്കെ, മണ്ടയ്ക്കോട്ടൊക്കെ വലുതായിട്ടൊന്നും വലിയ ആവശ്യമില്ല, കുഴപ്പമില്ല. ഇനിയും ഇതൊന്ന് വരച്ചെടുക്കണം അല്ലേ. മോഡുലസ് എക്സ് ഒക്കെ നമുക്കറിയാം. മോഡുലസ് എക്സ് എങ്ങനെയാ മോനെ? ഇങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെ അല്ലേ മോഡുലസ് എക്സ് വരയ്ക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മോഡുലസ് എക്സിന്റെ വാല്യൂ ഇവിടെ നോക്കിക്കേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 എന്നാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ -3 ഉണ്ട്. ഇതാ -3 അല്ലേ എന്ന് പറഞ്ഞാൽ -3ക്ക് ശേഷമാണ് മോഡുലസ് എക്സ്. -3 ഉണ്ട്. എക്സ് ലെസ് ദാൻ -3 എന്ന് പറയുന്നത് -3 കുറവാണെങ്കിൽ ആൻസർ ആരാ മോനെ? 3.
ഇപ്പൊ എക്സിന്റെ വാല്യൂ -3 കുറവാകുന്ന സമയത്ത് 3 എന്ന് എടുക്കണം. എക്സിന്റെ വാല്യൂ -3 കൂടുതലാകുമ്പോൾ മോഡുലസ് എക്സ് എടുക്കണം. ഇത് രണ്ടാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. മുറിച്ച് ഓക്കെ. അപ്പൊ ഇത് വരച്ചെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ലെസ് ദാൻ -3, ഇങ്ങനെ എക്സ് ലെസ് ദാൻ -3യിൽ ആൻസർ ആയിരുന്നു 3 എന്ന് പറഞ്ഞാൽ y ഈക്വൽ 3 എന്നർത്ഥം കേട്ടോ. y ഈസ് ഈക്വൽ 3 എന്നാണ് അർത്ഥം. ഇതും y ഈക്വൽ 3, ഇത് എന്തുവാ y ഈക്വൽ 3 ആണ് മോഡുലസ് എക്സ്. ഇതാണ് നമ്മുടെ രണ്ട് ഫംഗ്ഷൻസ്, y ഈക്വൽ മോഡുലസ് എക്സ് എന്നും y ഈസ് ഈക്വൽ 3 എന്നും, അല്ലെങ്കിൽ f ഓഫ് x ഈക്വൽ 3 എന്നും f ഓഫ് x ഈക്വൽ ടു മോഡുലസ് എക്സ് എന്നും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇവനെ ഒന്ന് വരയ്ക്കാം. -3ൽ കുറവ്, ഇതല്ലേ -3 കുറവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ. -3 കുറവ് ഫംഗ്ഷന്റെ ആൻസർ എത്ര മോനെ? 3 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ. ഇത് 1, ഇത് 2, ഇത് 3 അല്ലയോ? ഇത് 1, ഇത് 2, ഇത് 3 ആ. നേരെ വന്ന് കണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഈ -3യുടെ മണ്ടയ്ക്കോട്ട് -3 ഉണ്ടോ, ഈ -3 നേരെ വന്നിട്ടും ഇടത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇങ്ങനെ ഇട്ടേക്കണം. ഇതാണ് ഈ ഭാഗം. y ഈക്വൽ 3, എക്സിന്റെ വാല്യൂ -3യിൽ ഉണ്ടോ, -3യിൽ കുറവാകുന്ന സമയത്ത് എന്താണ് y ഈക്വൽ ടു 3. ബട്ട് -3 കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഈ -3 കഴിഞ്ഞിട്ടുള്ള ഭാഗം ആരാ മോനെ? മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മുടെ വി ഷേപ്പ് ഉണ്ടോ, മോഡുലസ് എക്സ്. ഇത് മണ്ടയ്ക്കോട്ട് പോകും കേട്ടോ. അവിടെ ഇതില്ല, പിന്നെ അങ്ങോട്ട് പോകും, മണ്ടയ്ക്കോട്ട് പോകും ഇങ്ങനെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോവാം, കാരണം -3 താഴെ ഇങ്ങോട്ട് കണ്ടല്ലോ. ഇതൊന്നും നമ്മൾ ആരും വരയ്ക്കാൻ പോകുന്നില്ല, എക്സാമിന് വന്നാൽ ചെയ്യത്തുമില്ല, എക്സാം ടഫ് ആണെന്ന് പറയും. പക്ഷെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കണം. അല്ലാതെ നമുക്ക് എളുപ്പമുള്ള കൊച്ചു ചോദ്യം വന്നിട്ട് എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുമേ നടക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും, അല്ലാതെ കൊച്ചു ചോദ്യങ്ങളെ പഠിച്ച് വലിയ കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ, അവര് ഫിഗർ തന്നിട്ട് ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ഇവിടെ അങ്ങനെയല്ല, ഫംഗ്ഷനെ തന്നിട്ട് ഫിഗർ വരച്ചു. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഡൊമൈൻ. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്കോട്ട് ഉണ്ടല്ലോ. അപ്പോൾ താഴോട്ട് വരുന്നുണ്ടോ? ഇല്ല, താഴോട്ടില്ല എന്ന് പറഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ഇല്ല. താഴെ ഇവിടം വരെയാ, എന്നിട്ട് മണ്ടയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ 0 to ∞. അത്രേ ഉള്ളൂ. റേഞ്ച് 0 to ∞. 0 to കേട്ടോ. ഡൊമൈൻ 6 കേട്ടോ. അപ്പൊ ഡൊമൈൻ ഇവിടെ 6 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to ആരാണ്? ∞. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നെക്സ്റ്റ് ഇയാളെ കണ്ടിട്ട് അത്രയൊന്നും രസമൊന്നും തോന്നില്ല. ഗ്രാഫ് നിങ്ങളുടെ ഗ്രാഫ് ബുക്ക് എക്സാമിന് വരുമ്പോൾ ഇത്തിരിയൊക്കെ നന്നായിട്ടായിരിക്കും. എന്നാലും ഞാൻ ഏകദേശമൊക്കെ ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സാധാരണ വി ഷേപ്പ് വരാറുള്ളൂ. ഇങ്ങനെ വി ഷേപ്പ് കണ്ടാൽ ആരാ മോനെ? മോഡുലസ് എക്സാ. എ ഷേപ്പ് കണ്ടാൽ ആരാ മോനെ? മൈനസ് മോഡുലസ് എക്സാ കേട്ടോ. അപ്പൊ താഴോട്ടുള്ള രീതി കൂടെ ആണെങ്കിൽ മൈനസാ, അത് ഓർത്തോണം. ഇനിയും കണ്ടോ, ഈ വെർട്ടെക്സ് കണ്ടോ, ആരുടെ മണ്ടയ്ക്കാ? -2. അപ്പോൾ ഓർത്തോണം, ഇത് മോഡുലസ് ഓഫ് x+2 ആണ്. പുറത്താറുണ്ടെന്ന് ഞാൻ പറഞ്ഞു, മൈനസ്. എ ഷേപ്പ് ആണ്. വി ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ മോഡുലസ് x+2. അപ്പോൾ എ ഷേപ്പ് ആണെങ്കിൽ ആ മോഡുലസ് x+2ന് എന്ത് കാണണം? മൈനസ്. അപ്പൊ -x+2 തീർന്നില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ഇനി കണ്ടോ, താഴോട്ട് ഇവിടെ അല്ല, ഇങ്ങനല്ല വന്ന് ഇടിച്ചത്, ഇങ്ങനല്ല കേട്ടോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതായിരുന്നു. പക്ഷെ ഇച്ചിരൂടെ താഴോട്ട് കണ്ടോ, 2 യൂണിറ്റൂടെ താഴെ വന്നിട്ട് ഇടിച്ചെന്നുണ്ടോ. 2 യൂണിറ്റൂടെ കണ്ടോ, താഴോട്ട് ഇവിടെ വന്നേക്കുക കണ്ടോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പുറത്തൊരു -2 കൂടെ എഴുതണം. ഇതാ നമ്മുടെ ഫംഗ്ഷൻ. മൈനസ് ഓഫ് മോഡുലസ് x+2 -2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാല്യൂവിനേക്കാളും ഇത്രയാണ് മൈനസ് മോഡുലസ് x+2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. പക്ഷെ അതിനേക്കാളും കണ്ടോ ഗ്രാഫ് താന്നാ നിൽക്കുന്നത്. എത്ര യൂണിറ്റ് താഴോട്ട്? 2 യൂണിറ്റ് താഴോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഇച്ചിരി പാടായിരുന്നു അല്ലയോ? അപ്പൊ ഇതിന്റെ ഡൊമൈൻ ആരാ മോനെ? ഡൊമൈൻ ആര് തന്നെയാ? ക്യാപിറ്റൽ ഡൊമൈൻ ക്യാപിറ്റൽ റേഞ്ച് എന്തായിരിക്കും എന്ന് പറയാമോ? റേഞ്ച്. അത് ഇച്ചിരി പാടാ പറയാൻ അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക മോനെ, ഗ്രാഫിന്റെ പൊക്കം കണ്ടോ, ഇവിടം വരെ ഉള്ളൂ. ഇവിടം വരെ y ആക്സിസ് എന്ന് റേഞ്ച് കണ്ടോ, ഇവിടം വരെയാ. -2 വരെ ഏറ്റവും പൊക്കം കണ്ടോ, ഇവിടം വരെ ഒന്ന് താഴെ പോവാ. അപ്പോൾ താഴേന്ന് -∞ തൊട്ട് -2 വരെ ഇത്രയും ഇടയ്ക്കാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നത്. ഇത്രയും കണ്ടോ, ഇത്രയും. -2ന് ∞, ദാറ്റ് ഈസ് -∞ to -2. ഇതാ നമ്മുടെ റേഞ്ച്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി മെനക്കെട്ടെങ്കിലേ പറ്റുള്ളൂ, എന്നെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ടഫാണ് എന്നതിനും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അവനിനി അങ്ങനെയല്ല, നിങ്ങൾ പഠിച്ചെടുത്തിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ ഒക്കെ ഇനി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറെ ചോദ്യങ്ങളായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലുള്ള എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസുകൾ ഇതേപോലെ പഠിച്ചാൽ എന്തായിരിക്കും, അടിപൊളിയല്ലേ? ഇങ്ങനെ വേണം എല്ലാ ചാപ്റ്ററിലും പഠിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ എത്തിച്ചിരിക്കും. എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. പിന്നെ +2 കാര്യം മറക്കാണ്ട് ജോയിൻ ചെയ്യാം. മാത്സിന് അടിപൊളിയായിട്ട് ഫുൾ മാർക്കിന് വേണ്ടി ഏറ്റവും നന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിച്ച് നിങ്ങൾക്ക് ഫൈനലെത്താം. നിങ്ങൾക്ക് ഏത് എൻട്രൻസിനും അത് നല്ല പ്രയോജനപ്പെടുന്ന രീതി കൂടി ആയിരിക്കും. അതിനുവേണ്ടി താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആകെ നിങ്ങൾക്ക് 1 ഇയർ ഇത്രയും മാത്രം, വേറെ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിച്ചോ. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം വരുന്ന കാണണം. മാക്സിമം ഷെയർ ചെയ്തേക്കണം. ഗുഡ് ബൈ.